യൂട്യൂബിലെ വീഡിയോ പരസ്യമില്ലാതെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്യാൻ ആർക്കും തന്നെ താല്പര്യവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? പരസ്യമില്ലാതെ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ കാണാൻ ഒരു ട്രിക്ക് ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് വളരെയധികം ഉപകാരപ്പെടും. അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ട്രിക്കുകൾ കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പോൾ സാധാരണ പോലെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ സാധിക്കും. ഇതിൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കാണുമ്പോഴാണ് ഇവിടെ പരസ്യങ്ങൾ വരുന്നത്. ക്ലിക്ക് ചെയ്യാതെ കാണാൻ ഈ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ ജനറൽ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഓഫിലാണെങ്കിൽ അത് വൈഫൈ ഓൺലി, വൈഫൈ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈ ഓൺലി ആക്കുക. ഞാൻ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓൾവേസ് ഓൺ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്നിട്ട് ആ വീഡിയോയിൽ കുറച്ച് നേരം നിൽക്കുക. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടോ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഇത് റിവേഴ്സും ഫോർവേഡും ചെയ്യാൻ കഴിയില്ല എന്നേ ഉള്ളൂ. നമുക്ക് വീഡിയോ പരസ്യമില്ലാതെ കാണാം. ഏത് വീഡിയോ ആണെങ്കിലും പരസ്യമില്ലാതെ തന്നെയാണ് ഇവിടെ പ്ലേ ആവുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലിൻ്റെ വീഡിയോ ആണ് കാണേണ്ടതെങ്കിൽ ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് ചാനലിൻ്റെ വീഡിയോ ആണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ചാനൽ ടൈപ്പ് ചെയ്താൽ മതി. ആ ചാനലിൻ്റെ വീഡിയോ ഇതുപോലെ വരും. അവിടെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ നിന്ന് പ്ലേ ആവുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ആ സ്പീക്കറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് തന്നെ പരസ്യമില്ലാതെ വീഡിയോസ് കാണാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ട്രിക്ക്, ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓട്ടോമാറ്റിക്, അതായത് നമുക്ക് ഓരോ വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുക. ഇനി ഡബിൾ ടാപ്പ് ടു സീക്ക് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്കൻഡുകൾ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 10 സെക്കൻഡാണ് തിരഞ്ഞെടുത്തത്. ഇഷ്ടമുള്ള സെക്കൻഡുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് റിവേഴ്സും ഫോർവേഡും ചെയ്യാൻ സാധിക്കും. നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ വലതുവശത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെക്കൻഡിലേക്ക് ഫോർവേഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. കേട്ടോ, ഇടതുവശത്താണെങ്കിൽ റിവേഴ്സ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ വീഡിയോയുടെ ഏത് ഭാഗമാണ് നമുക്ക് പ്ലേ ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഭാഗം വെച്ചിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. കണ്ടോ, ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് ഇനി പ്ലേ ആകുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ നമുക്ക് റിവേഴ്സും ഫോർവേഡും ചെയ്യാതെ തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ ഓപ്ഷനും ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ പരസ്യമില്ലാതെ കാണാൻ ഈ ഒരു ട്രിക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. പിന്നെ യൂട്യൂബിൽ നിന്ന് പുറത്തു പോയിട്ട് ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്ക് പരസ്യമില്ലാതെ യൂട്യൂബിൽ വീഡിയോ കാണാം. അതിനെക്കുറിച്ച് അടുത്ത ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.